I'm going to present on the topic effects of trade cycle, upswing and downswing. Introduction. What is trade cycle? The alternating period of expansion and contraction in the economic activity has been called the business cycle or trade cycle. അത് നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ഫ്ലക്ച്വേഷൻ പീരിയഡാണ്. അത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, അതിനാണ് പറയുന്നത് ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ എന്നുള്ളത്. ദ പീരിയഡ് ഓഫ് ഹൈ ഇൻകം, ഹൈ ഔട്ട്പുട്ട്, ഹൈ എംപ്ലോയ്മെൻറ്റ് ഈസ് കോൾഡ് പീരിയഡ് ഓഫ് എക്സ്പാൻഷൻ, അപ്സ്വിംഗ് ഓർ പ്രോസ്പെരിറ്റി. അതായത് പീരിയഡ് ഓഫ് ഹൈ ഇൻകം, ഹൈ ഔട്ട്പുട്ട്, ഹൈ എംപ്ലോയ്മെൻറ്റ് എല്ലാം ഹൈ ആവുന്നൊരു ടൈമിൽ ആ ഒരു പീരിയഡിനെ പറയുന്നതാണ് പീരിയഡ് ഓഫ് എക്സ്പാൻഷൻ ഓർ അപ്സ്വിംഗ് ഓർ പ്രോസ്പെരിറ്റി. Next one, the period of low income, low output, low employment is called as the period of contraction, recession, downswing or depression. The period of low income, low output, low employment എല്ലാതും ലോ ആവുന്നൊരു പീരിയഡിൽ പറയുന്നതാണ് പീരിയഡ് ഓഫ് കോൺട്രാക്ഷൻ. ദാറ്റ് മീൻസ് റിസെഷൻ, ഡൗൺസ്വിംഗ് ഓർ ഡിപ്രഷൻ. നെക്സ്റ്റ് വൺ, ദ ഗ്രാഫ് ഷോയിങ് ദ എഫക്ട്സ് ഓഫ് ട്രേഡ് സൈക്കിൾ. ഇതിൽ വരുന്നത് ഒരു ഒരു ഗ്രാഫ് കാണിക്കുന്നത് അഫക്ട്സ് ഓഫ് ട്രേഡ് സൈക്കിളാണ്. അതായത് ട്രഫ്, റിക്കവറി, പ്രോസ്പെരിറ്റി, പീക്ക്, റിസെഷൻ, ഡിപ്രഷൻ, ട്രഫ്, റിക്കവറി, പ്രോസ്പെരിറ്റി. There are 4 phases in the business in the trade cycle. First one, recovery, boom, recession and depression. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഡിപ്രഷൻ കനോട്ട് ലാസ്റ്റ് ഫോർ എവർ, ഇറ്റ് ഗീവ്സ് എ പ്ലേസ് ടു റിവൈവൽ ഓർ റിക്കവറി. ഡിപ്രഷന് കൂടുതൽ കാലം നിൽക്കാൻ പറ്റില്ല, അത് തിരിച്ച് റിക്കവറി എന്നുള്ള സ്റ്റേജിലോട്ട് എത്തും. അത് നെക്സ്റ്റ് വൺ, ബൂം ഈസ് ദ പീക്ക് പോയിന്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് ഓപ്റ്റിമിസം സ്റ്റിമുലേറ്റ് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്, റൈസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് പ്രഷർ ഓഫ് അവൈലബിൾ മെൻ ആൻഡ് മെറ്റീരിയൽ. ബൂം ഈസ് ദ പീക്ക് പോയിന്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബൂം എന്നൊരു പീക്ക് പോയിന്റ് ആണ് ബിസിനസ് സൈക്കിളുടെ. അതുപോലെ it increases the investment increase ആവും, അവൈലബിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി മെൻ ഇൻക്രീസ് ആവും, അതാണ് ബൂം. നെക്സ്റ്റ് വൺ, റിസെഷൻ. Where boom ends, recession start. The over optimism of boom gives way the over recession, that means recession is turned from boom to depression. Boom end ആവുമ്പോൾ റിസെഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ റിസെഷൻ ഈസ് ടേൺ ഫ്രം ബൂം ടു ഡിപ്രഷൻ, ബൂമിൽ നിന്ന് ഡിപ്രഷനിലോട്ടും ആവാം. അതാണ് ദിസ് ആർ ദ 4 phrases in the trade cycle. Next one, graph showing upswing of trade cycle. Economic growth, initial recovery, early recovery, late upswing, slow down, recession. Next one, effects of trade cycle, upswing. റിക്കവറി, എക്സ്പാൻഷൻ ആൻഡ് ബൂം. ഇതാണ് 3 വരുന്നത്, റിക്കവറി, എക്സ്പാൻഷൻ ആൻഡ് ബൂം. ഡ്യൂറിങ് എക്സ്പാൻഷൻ ഫേസ് ദർ ഈസ് ഇൻക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് ഓൾസോ റൈസസ്, ദസ് എ ഫേം ഫീൽ ഹാപ്പി. എക്സ്പാൻഷൻ ഫേസിൽ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ആവും, പ്രോഫിറ്റും ഇൻക്രീസ് ആവും, അപ്പോൾ ഫേം ഫീൽസ് ഹാപ്പി. The demand for the factor input increases. That means this leads to rise in their price. Hence, cost of production rapidly goes up. It may sometimes lead to cancellation of orders of the buyers. This forces the firm to increase their price unwillingly. അതായത് ഡിമാൻഡ് ഫോർ ദ ഫാക്ടർ ഇൻപുട്ട് ഇൻക്രീസസ്. ഒരു ഇൻപുട്ടിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവും, അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും ഇൻക്രീസ് ആവും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റാപ്പിഡ്ലി ഗോസ് അപ്പ്. And if sometimes എന്ത് ചെയ്യും, ബയേഴ്സ് ഓർഡർ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അത് ആ ഒരു സിറ്റുവേഷൻ വരും. നെക്സ്റ്റ് വൺ, കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ബിക്കംസ് സെർവ് ആൻഡ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട് ഫോർ എ ഫേം ടു സ്റ്റെബിലൈസ് എ പ്രൈസ്. മാർക്കറ്റിൽ കോമ്പറ്റീഷൻ സെർവ് ആവും, അപ്പോൾ എന്ത് ചെയ്യും, ഈ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ കോസ്റ്റ് ഷാർപ്ലി റൈസസ്. പ്രൊഡക്ഷൻ കോസ്റ്റ് പെട്ടെന്ന് റൈസ് ആവും. If business expansion prosperity is purely temporary, which means heavy investment may not bring even the normal returns and it may become the heavy burden for a firm. Business expansion പ്രോസ്പെരിറ്റിയും താൽക്കാലികമാവും. These are the effects of trade cycle in the upswing. Next one, effects of trade cycle in the downswing. Recession and contraction. During this downward movement, the recession and depression,
A firm experience sufferings, it feels unhappy. Firm എന്ത് ചെയ്യും, ഒരു ഡിപ്രഷൻ പീരീഡാണ് ഫേസ് ചെയ്യുക. firm feels unhappy. The inventory get accumulated, that means the stock get declined. The inventory, the market price fall, market price കുറയും. The sellers are forced to sell their product at the lower price. This will reduce their profit. സെല്ലേഴ്സ് എന്ത് ഒരു പ്രൊഡക്റ്റ് ലോ പ്രൈസിലായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ആവും. അത് അവരുടെ പ്രോഫിറ്റും റെഡ്യൂസ് ആക്കും. നെക്സ്റ്റ് വൺ, ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് പ്രൈസ്. കോസ്റ്റും പ്രൈസും ബാലൻസായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ഫേംസ് മേ ബി ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് retrench workers and purchase a small amount of raw material, but fixed costs cannot be reduced, thus the firm suffer loss. Firms may be forced to reduce output. അവരുടെ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യാൻ ഫേം എന്താവും, ഫോഴ്സ്ഡ് ആവും. അതുപോലെ അവർ ഫിക്സഡ് കോസ്റ്റ് കനോട്ട് ബി റെഡ്യൂസ്, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ദ ഫേം സഫർ ലോസ്. ഫേം എന്താവും, അവരൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ലോസിലോട്ട് പോകും. Next one, the small unit suffer much greater than the big unit in all aspects. That means they have to wind up the business because they cannot continue to operate at a loss at their risk bearing capacity is low. അതായത് അവരുടെ സ്മോൾ ഫേമിനെയും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്മോൾ ഫേമിനെയും കൂടുതൽ സഫർ ചെയ്യുന്നത് ബിഗ് യൂണിറ്റ് ആയിരിക്കും in all aspects. So they have to wind up their business because they cannot continue to operate or lose their risk bearing. അവർക്ക് അവരുടെ ഫേം എന്ത് ചെയ്യണം, നിർത്തേണ്ടി വരും. അവർക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. Thus the firm experience a lot of hardship during the period of recession and depression. അതുപോലെ ഇതാണ് ഫേം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹാർഡ്ഷിപ്പ്. ഡ്യൂറിങ് ഡൗൺ സ്വിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് റിസഷൻ ആൻഡ് ഡിപ്രഷൻ പ്രോസസ്സ്, 2 stages ആയിരിക്കും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് concluding this topic. So business cycle refers to the fluctuation in the economic activity occurring regularly in the capitalist societies. ബിസിനസ് സൈക്കിൾ റിഫേഴ്സ് ടു ഫ്ലക്ട്വേഷൻ. അതായത് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലക്ട്വേഷൻ ആണെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഡൗൺ സ്വിങ്ങും എപ്പോൾ വേണമെങ്കിലും അപ്പ് സ്വിങ്ങും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും റിക്കവറി സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും ഡിപ്രഷൻ സംഭവിക്കാം. ദിസ് ചേഞ്ചസ് ഒക്യൂർ ഇൻ ദ ഫോം ഓഫ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് ആൻഡ് ഇൻകം. എപ്പോൾ വേണമെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടാം, എപ്പോൾ വേണമെങ്കിലും ഔട്ട്പുട്ട് കൂടാം, എപ്പോൾ വേണമെങ്കിലും ഇൻകം കൂടാം. അതേപോലെ തന്നെ അത് എപ്പോൾ വേണമെങ്കിലും കുറയും ചെയ്യാം. The sequence changes in the business cycle occurs frequently in the similar pattern. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ബിസിനസ്സിൽ സിമിലർ പാറ്റേൺ ആയിട്ട് നടക്കുന്നുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അതാണ് ബിസിനസ്സിൻ്റെ ട്രേഡ് സൈക്കിളിൽ പറയുന്നത്. സോ ഐ എം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. താങ്ക് യു.